എത്ര എക്സ്പീരിയൻസ് നമുക്ക് ജി സി സിയിൽ ഉണ്ടായാലും ഇവിടെ ഇവർ ബേസിക്കലി ഇവർ നോക്കുന്നത് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നാണ്. പക്ഷേ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു പരിധിവരെ ഇവിടെ ഒരു വേക്കൻസിക്ക് ഇവിടെ മിനിമം ഒരു 100 and above ആപ്ലിക്കേഷൻസ് ഉണ്ട്. 5 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 5 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ ഒരു നല്ലൊരു ലെവലിലേക്ക് പോയി, 3rd ലെവൽ വരെ പോയി. ഈവൻ 4th ലെവൽ കഴിഞ്ഞു. അടുത്ത MD ആയിട്ട് മാനേജിങ് ഡയറക്ടർ വരെ ആയിട്ടുള്ള ഒരു സിറ്റിംഗ് ഉണ്ടായിരുന്നു ഞങ്ങൾ. എൻ്റെ വൈഫിൻ്റെ കൂട്ടുകാരത്തിൻ്റെ ഹസ്ബൻഡ്, അയാൾ IT ആണ്. അയാൾക്ക് ഇവിടെ കുവൈറ്റിലിരുന്നിട്ട് തന്നെ ഡയറക്റ്റ് ഇൻ്റർവ്യൂവിൽ ഇവിടെ ഡയറക്റ്റ് ജോലി കിട്ടി, ഇവിടെ ഗവൺമെൻറ് ജോലി കിട്ടി. എന്തൊക്കെ കോഴ്സുകളാണ് ഇവിടെ നമുക്ക് പഠിക്കാൻ പറ്റുന്നതിനെ കുറിച്ച് ബെന്നിച്ചേട്ടന് വല്ലൊരു ഐഡിയ ഉണ്ടോ? നമുക്ക് BCom ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ മാസ്റ്റർ ചെയ്യാം. എല്ലാ രീതിയിലുള്ള CA CPA എല്ലാ രീതിയിലുള്ള മാസ്റ്റർ കോഴ്സുകൾ. അതായത് മെയിനായിട്ട് നമുക്ക് ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പാത്വേ പ്രോഗ്രാംസുകൾ ഉണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ പഠിച്ച BCom ഡിഗ്രി ഇവിടെ ന്യൂസിലാൻഡ് ഗവൺമെൻറ് അംഗീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസി ഒക്കെ പാത്വേയിലേക്ക് പോകാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അക്കൗണ്ടിങ് റിലേറ്റഡ് കുറച്ച് ജോലികൾ ഗ്രീൻ ലിസ്റ്റിലുണ്ട്. ഗ്രീൻ ലിസ്റ്റ് എന്ന് പറയുന്നത് ന്യൂസിലാൻഡിൽ ഹൈ ഡിമാൻഡുള്ള പ്രൊഫഷൻസ് ആണ് ഗ്രീൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ കുറേ വീഡിയോയിൽ ആൾക്കാർ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. ന്യൂസിലാൻഡിൽ ബിസിനസ് അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? ന്യൂസിലാൻഡിലേക്ക് ഡയറക്റ്റ് നാട്ടിൽ നിന്ന് അങ്ങനെ വരാൻ പറ്റുമോ എന്നീ ചോദ്യങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ബെന്നിച്ചേട്ടനാണ്. ബെന്നിച്ചേട്ടൻ റീസെൻ്റ്ലി കുവൈറ്റിൽ നിന്ന് ന്യൂസിലാൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ആളാണ്. ഏകദേശം 25ഓളം വർഷം ബെന്നിച്ചേട്ടൻ GCC രാജ്യങ്ങളിൽ അക്കൗണ്ട് സെക്ഷനിൽ വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ ബെന്നിച്ചേട്ടാ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമസ്കാരം. ആദ്യം തന്നെ താങ്ക് യു ഫോർ അഗ്രീയിങ് ടു ഡു എ വീഡിയോ വിത്ത് അസ്. അപ്പോൾ ബെന്നിച്ചേട്ടൻ ഇപ്പോൾ ഏകദേശം എത്ര നാളായി ന്യൂസിലാൻഡിൽ എത്തിയിട്ട്? ഞാനിപ്പം 11ാമത്തെ മാസം, കഴിഞ്ഞ ജനുവരി 7-ാം തീയതി നമ്മുടെ ന്യൂസിലാൻഡിലെത്തി. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 11 മാസത്തെ ബെന്നിച്ചേട്ടൻ്റെ എക്സ്പീരിയൻസ് ആണ് ബെന്നിച്ചേട്ടൻ നമ്മളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് അക്കൗണ്ട്സിലുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കാൻ പോകുന്ന കുറച്ച് ചോദ്യങ്ങൾ, ബെന്നിച്ചേട്ടൻ എന്താണ് ഈ ഒരു ഫീൽഡിനെ കുറിച്ച് ന്യൂസിലാൻഡിൽ നിന്ന് പഠിച്ചത്, ബെന്നിച്ചേട്ടന് ജോലി കിട്ടിയോ, അതുപോലെ തന്നെ ന്യൂസിലാൻഡിലേക്ക് നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെ ഈ ഒരു അക്കൗണ്ട്സ് ഫീൽഡിൽ വരാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോഴ്സുകൾ പഠിക്കാനോ ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ എന്താണ് ഈ ഒരു സെക്ഷൻ്റെയൊക്കെ ഇവിടുത്തെ ഒരു സ്കോപ്പ്? അപ്പോൾ ബെന്നിച്ചേട്ടൻ, ആദ്യത്തെ ഒരു ചോദ്യം, ഇപ്പോൾ 11 മാസമായി ബെന്നിച്ചേട്ടൻ വന്നിട്ട്, ചേട്ടൻ ഈ ഒരു അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾക്ക് അപ്ലൈ ചെയ്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോബ് ഫൈൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചെങ്കിൽ എന്താണ് അതിനുള്ള റിസൾട്ട് ഉണ്ടായത്? ആദ്യമേ തന്നെ സന്തോഷം ഇങ്ങനൊരു ചാനലിൽ വന്നിരുന്ന് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും ജനങ്ങളായിട്ട് സമ്പർക്കം പുലർത്താനും തന്ന ഒരവസരത്തിന് ഈ ചാനലിനോട് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ ജനുവരി 7-ാം തീയതി ഇവിടെ വന്നു. നല്ല ഒരു ഹോപ്പായിട്ടാണ് നമ്മളിവിടെ വന്നത്. കാരണം എല്ലാവരും പറയുന്നു ന്യൂസിലാൻഡിൽ എത്രയും വേഗം പെട്ടെന്ന് ജോലി കിട്ടും, നോ ഇഷ്യൂ എന്നുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു അവിടെ നിന്ന് വരുന്നത്. ഇവിടെ വന്നു, നമുക്ക് വിസ മസ്റ്റാണല്ലോ. അതായത് നമുക്കിവിടെ വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് വിസ മസ്റ്റാണ്. ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നമുക്കങ്ങനെ ജോലി കിട്ടില്ല. അവർ നമ്മളെ കൺസിഡർ ചെയ്യില്ല, നമ്മൾ ഒന്നും തന്നെ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ ആപ്ലിക്കേഷനിൽ എപ്പോഴും അവർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങളുടെ പെർമനൻറ്റ് റെസിഡൻ്റ് ആണോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ വർക്ക് എൻറ്റൈറ്റിൽ ടു വർക്ക് ഇൻ ന്യൂസിലാൻഡ് എന്നാണ് അവർ ചോദിക്കുന്നത് എല്ലാം. അപ്പോൾ അത് നമുക്ക് മസ്റ്റാണ്. ഓക്കെ. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ബെന്നിച്ചേട്ടൻ ഫാമിലി ആയിട്ടാണ് മൈഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഓൾറെഡി ബെന്നിച്ചേട്ടൻ ഇവിടെ എത്തിയത് PR ആയിട്ടാണ് അല്ലേ? അല്ലല്ല, ഞാനിവിടെ വന്ന് 3 മാസം കഴിഞ്ഞിട്ടാണ് PR ആയത്. ഞാൻ വിസിറ്റ് വിസയിൽ, വൈഫിൻ്റെ വിസിറ്റ് വിസയിൽ വന്നു. അതിനുശേഷം വൈഫിന് PR ആവുന്നത് കൂടി തന്നെ മൊത്തം ഫാമിലിക്ക് PR ആയി. അപ്പോൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വന്നവർക്ക് ഈ റീസെൻ്റ്ലി ഓപ്പൺ ആക്കും എന്ന് പറയുന്നു. പക്ഷേ എനിക്കതറിയില്ല. പറയുന്നുണ്ട് ഇപ്പോൾ തുടങ്ങി അപ്ലൈ ചെയ്യാം ഡിസംബറിലെങ്ങോ എനിക്ക് തോന്നുന്നു ഓപ്പൺ വർക്ക്. പക്ഷേ എന്നിരുന്നാലും ഒരു ഈ 11 മാസക്കാലത്തെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് നമുക്ക് എത്ര എക്സ്പീരിയൻസ് നമുക്ക് GCCയിൽ ഉണ്ടായാലും ഇവിടെ ഇവർ ബേസിക്കലി നോക്കുന്നത് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഫസ്റ്റ്. ഇവിടെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഫസ്റ്റ് ചോദിക്കുന്നത്. അതിപ്പോൾ നമുക്ക്
അക്കൗണ്ട്സ് തന്നെ വർക്ക് ചെയ്യണമെന്നില്ല. ഒരു എക്സാമ്പിൾ, എനിക്ക് കഴിഞ്ഞ മാസം എനിക്ക് ഒരാളുടെ എക്സ്പീരിയൻസ് കിട്ടിയതാണ്. അദ്ദേഹം HC ആയിട്ട് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത് അതായത് അക്കൗണ്ടൻറ്റ് ദുബായിൽ നിന്ന് അക്കൗണ്ടൻറ്റ് ബാക്ക്ഗ്രൗണ്ടായിട്ട് 2 വർഷക്കാലം ഇവിടെ ജോബ് സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല. HC ആയിട്ട് പുള്ളി 2 വർഷം വർക്ക് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ഇവിടെ നമുക്ക് അക്കൗണ്ട്സിൽ ജോലി കിട്ടി. അപ്പം ഇവിടുത്തെ കൾച്ചറിനും ഇവിടുത്തെ നേച്ചറിനും ഒത്തിരി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് റിലേറ്റഡ് ആണ് ഇവിടുത്തെ ജോലി, അല്ലാണ്ട് അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇതല്ല. മാത്രമല്ല ഇവിടുത്തെ ഒരു അക്കൗണ്ട്സിൻ്റെ ഒരു ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒത്തിരി ഔട്ട്സോഴ്സിങ് ഉണ്ട്, പുറത്ത് കൊടുത്തിട്ട്. പിന്നെ സിംഗിൾ എൻ്റർപ്രണേഴ്സ്ക്ക് അവരുടേതായ അക്കൗണ്ട്സ് ടാക്സ് ക്ലെയിം ചെയ്യാനും ഇവിടെ ഇഷ്ടംപോലെ ഓതറൈസ്ഡ് അക്കൗണ്ടിങ് പാക്കേജുകളുണ്ട്. അവർക്ക് തന്നെ, ഒരു എൻ്റർപ്രണർക്ക് തന്നെ അവരുടെ ഫൈനാൻസ് സിംപിളി ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ഹെൽപ്പ് വേണ്ട. GST എല്ലാം കൂടി സെറ്റപ്പ് ചെയ്ത അതിനുള്ളൊരു എഡ്യൂക്കേഷനും അല്ലെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷനും ഇവിടുത്തെ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവിടെ ടാക്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ടാക്സേഷൻ ആണ് ഇവിടെ മെയിനായിട്ട് അക്കൗണ്ടിലുള്ള ഓഡിറ്റിംഗ്, ടാക്സേഷൻ, അതുപോലെ തന്നെ ബിസിനസ് ഓഡിറ്റുകളൊക്കെയാണ് നമുക്കിപ്പോൾ ഈ ഒരു അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ജോലികളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെയാണ്. പിന്നെ ഞാൻ ചേട്ടനാ പറഞ്ഞതിനോട് എനിക്ക് ആഡ് ചെയ്യാനുള്ള വേറൊരു കാര്യം, ഇപ്പം നമുക്ക് ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരു ടാക്സ് ചെയ്യണമെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണമെന്നില്ല, അക്കൗണ്ടന്റിനായാലും ചെയ്യാം നമുക്ക്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ന്യൂസിലാൻഡിൽ ഇതിന് വേണ്ടിയിട്ടൊരു ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് മെമ്പർഷിപ്പ് എടുക്കേണ്ടത് CPAയും CANSും ഉണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓസ്ട്രേലിയ ന്യൂസിലാൻഡും സർട്ടിഫൈഡ് പ്രാക്ടീസിങ് അക്കൗണ്ടൻസ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ന്യൂസിലാൻഡ് ടെർഷ്യറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു അഫിലിയേറ്റിംഗ് ബോഡി കൂടി ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ മെമ്പർഷിപ്പ് എടുത്തിട്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാനുള്ള ഒരു ഓപ്ഷനും കൂടി നമുക്കുണ്ട്. എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കോഴ്സ് എടുക്കാം. അപ്പോൾ അവർ നിർദ്ദേശിക്കുന്ന ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ 1-2 ലിങ്ക് ഇടാം. അപ്പോൾ ഈ നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകൾ ചാർട്ടേഡ് അക്കൗണ്ടൻസിക്കൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അവർക്കുള്ളൊരു പാത്ത് വേനെ കുറിച്ചൊക്കെ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇത് ഒരുപാട് അതിലേക്ക് നമ്മൾ ഡിസ്കഷൻ കടക്കുന്നില്ല, കാരണം അങ്ങനെ ചെയ്താൽ നമ്മൾ ഭയങ്കര ലെങ്തി വീഡിയോ ആയിപ്പോവും. അപ്പോൾ തിരിച്ച് ബെന്നിച്ചേട്ടൻ്റെ എക്സ്പീരിയൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ എങ്ങനെയുള്ള റോളുകളാണ് ബെന്നിച്ചേട്ടൻ അപ്ലൈ ചെയ്തത്? ഇപ്പോൾ ചേട്ടൻ അവിടെ അക്കൗണ്ടൻസ് ചെയ്തു? അവിടെ അക്കൗണ്ടിങ് മാനേജറായിട്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ഈവൻ എൻട്രി ലെവൽ തൊട്ട് ഫൈനലൈസേഷൻ വരെ, ഓഡിറ്റ് സപ്പോർട്ട് വരെ നമ്മൾ ഹാൻഡിൽ ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു പരിധിവരെ ഇവിടെ ഒരു വേക്കൻസിക്ക് ഇവിടെ മിനിമം ഒരു 100 and above അപ്ലിക്കേഷൻസ് ഉണ്ട്. കാരണം ഇപ്പം ഈ ന്യൂസിലാൻഡിൽ ഇഷ്ടംപോലെ മൈഗ്രൻസ് വന്നതുകൊണ്ട്, അതും കൂടുതൽ GCC എന്നാണ് ഏറ്റവും കൂടുതൽ മൈഗ്രൻസ്. റീസെന്റ് ആയിട്ട് വന്നൊരു ട്രെൻഡാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വന്നൊരു അല്ലെങ്കിൽ 1-1.5 വർഷത്തിനുള്ളിലാണ് ഇതുപോലെ മൈഗ്രേഷൻ GCC. അപ്പൊ അത് വരുന്നത് ഒട്ടുമിക്ക ആളുകളും അതിൽ ഒരാൾ നേഴ്സും ഒരാൾ വേറെ എന്തെങ്കിലും, കൂടുതലും നേഴ്സുമാരുടെ ഹസ്ബൻഡുമാരെന്ന് പറയുന്നത് കൂടുതലും ഈ ഫൈനാൻസ് റിലേറ്റഡ് ആണ്. അപ്പോൾ ചേട്ടൻ്റെ പോലെയുള്ള ഒത്തിരി അക്കൗണ്ടന്റുമാർ ഇവിടെ ഉണ്ട്. ഈവൻ ബാംഗ്ലൂരൊക്കെ ഞാനൊരു പയ്യനെ പരിചയപ്പെട്ടു. അദ്ദേഹം ബാംഗ്ലൂർ ACC കഴിഞ്ഞ് ഓഡിറ്റ് ഫേമിൽ വർക്ക് ചെയ്ത വ്യക്തി 8 മാസമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇപ്പം ചേട്ടൻ്റെ എക്സ്പീരിയൻസ് പോലെ അവർക്കൊക്കെ ജോലി. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഒരു സ്ട്രെയിറ്റ് ആൻസർ പറയുകയാണെങ്കിൽ, അതിന് ചേട്ടന് ഒരു സ്ട്രെയിറ്റ് ആൻസർ പറയുകയാണെങ്കിൽ, നമുക്ക് ഫൈനാൻസിൽ തന്നെ ജോലി ഇപ്പം തന്നെ കിട്ടും എന്നുള്ള ആ ഒരു ഇൻറ്റൻഷൻ നമുക്ക് വേണം. പക്ഷെ സഡനായിട്ട് നമുക്കൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത് അത് എളുപ്പമുള്ള കാര്യമല്ല. അത് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം ന്യൂസിലാൻഡിലേക്ക് വരാനായിട്ട്. അപ്പോൾ ചേട്ടൻ നേരത്തെ ആ ഒരു 2 വർഷം ഒരാൾ HC ആയിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് പറഞ്ഞു നമ്മൾ, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്തില്ല. ഇല്ല, അദ്ദേഹം 2 വർഷം HC ആയിട്ട് വർക്ക് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ഇപ്പം കഴിഞ്ഞ മാസം അദ്ദേഹം ഒരു അക്കൗണ്ടൻ്റായിട്ട് ജോലിക്ക് കയറി. അപ്പോൾ അതല്ല ഇവിടെ ആ ഒരു എക്സ്പീരിയൻസ് എല്ലാവരും നോക്കണേ. കഴിഞ്ഞ വർഷം വരെ നീ HC ആയിരുന്നു എന്ന് കരുതിയിട്ട് ഈ വർഷം അക്കൗണ്ടൻ്റ് ആക്കാൻ പറ്റൂല, ആ ഒരു കൺസെപ്റ്റ് ഇല്ല ഇവർക്ക് കൾച്ചർ പഠിച്ചു. കാരണം HC ആയിട്ട് പഠിച്ചിരുന്നപ്പോൾ യു ആർ ആൾസോ മെഡിക്കൽ ഫീൽഡ് അല്ല, RN താങ്കൾ. അപ്പോൾ താങ്കൾക്കറിയാം ഇവിടുത്തെ കൾച്ചർ എങ്ങനെയൊക്കെ ഡിപ്പെൻഡിങ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ. അപ്പോൾ അവർക്ക് അതാണ് ഹാപ്പിനെസ്.
അപ്പോൾ അദ്ദേഹം ഈ 2 വർഷം കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്തു എന്നുള്ള ഇന്റർവ്യൂവിൽ പുള്ളിക്ക് നന്നായിട്ട് പെർഫോം ആ ചെയ്യാൻ പറ്റി. അതെ കാരണം ഇവിടുത്തെ ഇന്റർവ്യൂവിൽ ഇപ്പം നഴ്സുമാർക്കാണെങ്കിലും കുറേ കാര്യങ്ങളും ചോദിക്കുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ചൊന്നും ആയിരിക്കില്ല. നമ്മുടെ ഇന്റർവ്യൂവിൽ ഇവർ കൂടുതൽ നോക്കുന്നത് നമ്മളൊരു ടീം പ്ലെയർ ആണോ, നമ്മൾ ഒരു വൈബുള്ള ഒരാളാണ്, അവരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അപ്പം ഒട്ടുമിക്ക അവസരങ്ങളിലും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക്, ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല, നമുക്കൊരു 1 വർഷം 2 വർഷം പിടിക്കും ചിലപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെയുള്ള കമ്മ്യൂണിറ്റിയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയോ മറ്റുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ കുറച്ച് കൾച്ചർ നമ്മൾ അസിമുലേറ്റ് ചെയ്യും. ഒരു CV ബയോഡാറ്റ അവർ മാറ്റി വയ്ക്കും. ബയോഡാറ്റയിൽ നിന്നുള്ള ഒരു ചോദ്യങ്ങളേ ഉണ്ടാവില്ല. ആ സമയത്ത് GCCയിലൊക്കെ ഞാൻ ഇഷ്ടം പോലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ ബയോഡാറ്റ വഴി ഇങ്ങനെ പോകും. കാരണം ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് സത്യമാണോ അതോ അയാൾ കള്ളമാണോ എഴുതി വെച്ചിരിക്കുന്നത് അറിയാനായിട്ട് അത് പിക്ക് ചെയ്യും അവർ. ഓരോ നമ്മൾ എന്താണോ ബയോഡാറ്റയിൽ കൊടുത്തിരിക്കുന്നത് അത് പിക്ക് ചെയ്തിട്ട് അവർ നമ്മളോട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും അതെന്താണ് അപ്പോൾ ജോലി നമുക്ക് അവർക്ക് അറിയാൻ പറ്റുമല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ചോദ്യമേ ഇല്ല. അപ്പൊ ഇതുവരെ വന്നിട്ട് ചേട്ടന് ജോലി കണ്ടത് ഞാൻ 5 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 5 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ ഒരു നല്ലൊരു ലെവലിലേക്ക് പോയി, 3rd ലെവൽ വരെ പോയി. ഈവൻ 4th ലെവൽ കഴിഞ്ഞു. അവിടുത്തെ MD ആയിട്ട് മാനേജിംഗ് ഡയറക്ടർ വരെ ആയിട്ടുള്ള ഒരു സിറ്റിംഗ് ഉണ്ടായിരുന്നു ഞങ്ങൾ. ഒന്നാമത് നമ്മുടെ ഈ സിറ്റിംഗ് എന്ന് പറയുന്നത് അവരുടെ ആക്സെന്റ് പിടുത്തം കിട്ടുക എന്ന് പറയുന്നത്, അവർ പറയുന്നത് ലിസൺ ചെയ്യുക, അതിന് പ്രോപ്പർ ആൻസർ കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു പാടാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു വർഷം. നമ്മൾ ഈ GCCയിലെ അറബികളിലൊക്കെ കൂടെ നിന്ന് അവരുടെ മുറി ഇംഗ്ലീഷും നമ്മുടെ മുറി ഇംഗ്ലീഷും കൂടിയിട്ട്, അപ്പോൾ അവർക്ക് അത് വലിയൊരു കാര്യമാണ്. പക്ഷേ ന്യൂസിലാൻഡിൽ അത് ടോട്ടലി ലാംഗ്വേജ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിലും അത് പിടിച്ചെടുക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ന്യൂസിലാൻഡ് അസന്റ് ഇത്തിരി കൂടി ടഫാണ്. അതിനോടൊപ്പം തന്നെ എനിക്ക് അപ്പോൾ ഇപ്പോൾ ചേട്ടൻ ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും ഇത്രയും നാൾ ഇവിടെ ജീവിച്ചിട്ടും ഇത്രയും 5 ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടും ജോലി കിട്ടിയിട്ടില്ല. അപ്പോൾ നാട്ടിൽ നിന്നും പലരും ഏജൻസി വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഏജൻസി വഴി ഒത്തിരി ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പലരും പറയുന്നത് ഏജൻസിയുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ അവർ പറയുന്നുണ്ട് ജോലി വാങ്ങിച്ചു തരാം. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് ടാർഗറ്റ് ചെയ്തിട്ട് എനിക്ക് ഒത്തിരി ആളുകൾ പേഴ്സണൽ മെസ്സേജ് അയക്കും, ഇന്ന സ്ഥലത്ത് അക്കൗണ്ടിൻ്റെ ജോലി കിട്ടി, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത്. നമ്മളിത് അന്വേഷിച്ച് പിടിച്ച് വരുമ്പോൾ ഞാൻ കുറച്ചൊക്കെ ഓൺലൈനിൽ ആളുകളെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും. എനിക്ക് കിട്ടുന്ന ഓഫർ ലെറ്റർ അസസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഏത് കമ്പനിയുടെ ഓഫർ ലെറ്ററാണ് കിട്ടിയത്, അവർക്ക് ഈ ഓഫർ ലെറ്റർ ഞാൻ അയച്ചു കൊടുത്തിട്ട് ചോദിക്കുമ്പോൾ ആ കമ്പനി അങ്ങനെ ഒരു ഓഫർ ലെറ്ററേ കൊടുത്തിട്ടില്ല. ഈ ഫേക്ക് ഓഫർ ലെറ്ററൊക്കെ ഉണ്ടാക്കി ചില ഏജൻസ് ഗൾഫിൽ ആളുകളെ ചീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ ആളുകൾ എന്നോട് വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യം അതാണ്, ചേട്ടാ ഞങ്ങൾക്ക് ഗൾഫിൽ അക്കൗണ്ടൻ്റാണ്, എനിക്ക് ഡയറക്റ്റ് ഗൾഫിൽ നിന്ന് ന്യൂസിലാൻഡിലേക്ക് വരാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ചേട്ടൻ എന്താണ് നമുക്ക് മെസ്സേജ് കൊടുക്കുന്നത്? ഒരു ജോലിക്കായിട്ട് വർക്ക് വിസ ഒരു കമ്പനി ഇവിടെ കൊടുത്തു വന്നതായിട്ട് ഞാൻ, അല്ലെങ്കിൽ അദ്ദേഹം അത്രയ്ക്കും ഒരു ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കണം. അതർ ദാൻ ദാറ്റ് ഒരു അക്കൗണ്ടൻറ്റ് എന്നുള്ള ലെവലിൽ ഇവിടെ ഒരാൾക്കും വിസ എടുത്ത് വരിക എന്ന് പറയുന്നത് പഠിക്കാനായിട്ട് വരാം. അതായത് കിട്ടില്ല എന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല. വളരെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ബെന്നിച്ചേട്ടൻ പറഞ്ഞാൽ അത്രയ്ക്കും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലാണ് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വരാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർക്ക് CA ഒക്കെ ലെവലിൽ ഇപ്പോൾ ഒരു ENMയിലോ അങ്ങനെയുള്ള ഓഡിറ്റ് ഫേമിലൊക്കെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ ഇവരിപ്പോൾ ചിലപ്പം ഡയറക്റ്റ് ഇൻ്റർവ്യൂ ഇവിടുത്തെ ഗവൺമെൻറ് ലെവലിൽ വരെ. ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ കൂട്ടുകാരത്തിൻ്റെ ഹസ്ബൻഡ് അയാൾ IT ആണ്. അയാൾക്ക് ഇവിടെ കുവൈറ്റിലിരുന്നിട്ട് തന്നെ ഡയറക്റ്റ് ഇൻ്റർവ്യൂവിൽ ഇവിടെ ഡയറക്റ്റ് ജോലി കിട്ടി, ഇവിടെ ഗവൺമെൻറ് ജോലി കിട്ടി. അങ്ങനെ അവരൊക്കെ അങ്ങനെയുള്ളവരൊക്കെ വരുന്നുണ്ട്, വരുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗൾഫിലെ പോലെയൊന്നും ഇവിടെ ഒരു കമ്പനിയിലേക്കും 10-20 ആളെ ഒന്നും ഒരുമിച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു കമ്പനി ഡയറക്റ്റ് ആയിരിക്കും ഇൻ്റർവ്യൂ എടുക്കുന്നതും ആളെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഒരു തേർഡ് പാർട്ടി ഏജന്റ് വഴിയൊന്നും ഒരിക്കലും ന്യൂസിലാൻഡ് കമ്പനികൾ എടുക്കില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഏജന്റുമാർക്കൊക്കെ പൈസ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ആ ഒരു കാര്യം കൂടി ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നു. കാരണം ഒത്തിരി ആളുകളുടെ പൈസ ഇതുപോലെ ഒത്തിരി ആളുകൾക്ക് ഗൾഫിൽ നിന്ന് ന്യൂസിലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹമുണ്ട്. പലരും ഇതേപോലെ ചതിയിൽ ചെന്ന് ചാടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം കൂടി നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്ത് പോകുന്നു. പിന്നെ ബെന്നിച്ചേട്ടൻ പറഞ്ഞൊരു കാര്യം പഠിക്കാൻ വരിക എന്നുള്ളതാണ്. ഒത്തിരി കുട്ടികൾ ഈ അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്ക് അല്ലെങ്കിൽ ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള കോഴ്സുകളൊക്കെ എടുത്തിട്ട് ഇവിടെ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ചേട്ടൻ അറിയാവുന്ന കാര്യങ്ങൾ ചേട്ടൻ നമ്മുടെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ചിലപ്പം ചില ഏജൻസികൾ നിങ്ങൾക്ക് വിസ അയച്ചു തരാൻ ചിലപ്പോൾ വിസയൊക്കെ ചിലപ്പോൾ അയച്ചു കൊടുക്കും. പക്ഷേ ഇതിൻ്റെ ആ വിസയുടെ നേച്ചർ അറിയാനായിട്ട് ഈ ന്യൂസിലാൻഡ് ഗവൺമെൻറ് ഇതിൽ തന്നെ ഗവൺമെൻറ് ഓൺലൈൻ ലിങ്കിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ വിസയുടെ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ വിസയുടെ ഡീറ്റെയിൽ വരും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു
വലിയൊരു പ്ലസ് പോയിന്റ് ഞാൻ കണ്ടിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് കുറച്ച് മലയാളികളുടെ ഒരു കൂട്ടായ്മയുണ്ട് ന്യൂസിലാൻഡിൽ ഇരിക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ഒത്തിരി ആളുകൾ എക്സ്റ്റേണലി വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയൊക്കെ ഇങ്ങനെ ഈ ഒരു ഒത്തിരി വിസ തട്ടിപ്പുകൾ ന്യൂസിലാൻഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ആളുകൾ സഹായിക്കാനുണ്ട്. ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിലും എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനും ഒക്കെ ഉള്ള അവസരമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് ന്യൂസ് അപ്പോൾ ഇപ്പോൾ വീഡിയോ കാണുന്ന ആളുകൾക്ക് തോന്നും നമ്മൾ ഒത്തിരി ഡിസ്കറേജിങ് ആണല്ലോ. ഇതൊരു ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. ബെന്നിച്ചേട്ടൻ ഒരു വർഷത്തോളം ഇവിടെ നിന്നിട്ട് ബെന്നിച്ചേട്ടൻ്റെ പ്യൂർ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആരെയും നമ്മൾ പിന്തിരിപ്പിക്കുന്നതല്ല. നമ്മൾ ശ്രമിക്കുന്നത് ഇവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് വരാനുള്ള കുറച്ച് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റഡി കോഴ്സൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞാൽ അതും 100% സക്സസ് റേറ്റ് പ്രതീക്ഷിച്ചിട്ട് വരരുത്. നിങ്ങൾ എടുക്കുന്ന കോഴ്സും നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജും എല്ലാം അനുസരിച്ചൊക്കെ ഇരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ചില അക്കൗണ്ടൻറ്റ് ജോബുകളൊക്കെ ഇവിടെ ഗ്രീൻ ലിസ്റ്റിലുണ്ട്. PR-നുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി പഠിച്ച ശേഷം നിങ്ങളൊരു തീരുമാനം എടുക്കുക. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുമ്പോൾ ബെന്നിച്ചേട്ടാ, നമുക്ക് ഇവിടെ 8 യൂണിവേഴ്സിറ്റികളാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഈ ഓക്ലൻഡിൽ തുടങ്ങുകയാണെങ്കിൽ ഓക്ലൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, യൂണിവേഴ്സിറ്റി ഓഫ് ഓക്ലൻഡ്, അങ്ങനെ താഴേക്ക് വരുമ്പോൾ സൗത്ത് ഐലൻഡിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഒട്ടാഗോ വരെ, അങ്ങനെ 8 യൂണിവേഴ്സിറ്റികളാണ് മേജർ ആയിട്ടുള്ളത്. കൂടാതെ തന്നെ നമുക്ക് 10-16 ടേഴ്ഷ്യറി പോളിടെക്നിക്കുകളുണ്ട്, ടേഴ്ഷ്യറി ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ ഇവിടെ എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രൊഫൈൽ വെച്ചിട്ട് നിങ്ങളൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് അവരുടെ ഒരു ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് സെക്ഷൻ ഉണ്ടാവും. അതിനൊരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കോൺടാക്ട് പേഴ്സൺ ഉണ്ടാവും. അവർക്ക് നിങ്ങളൊരു ഇമെയിൽ അയച്ച് നിങ്ങളുടെ പ്രൊഫൈലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് അവർ പറയും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്ന ഏത് കോഴ്സാണ് പഠിക്കാൻ പറ്റുക. അവർ ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടിരിക്കുന്ന ആൾക്കാരാണ് അവർ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അങ്ങനെ അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. പിന്നെ എന്തൊക്കെ കോഴ്സുകളാണ് ഇവിടെ നമുക്ക് പഠിക്കാൻ പറ്റുന്നതിനെ കുറിച്ച് ബെന്നിച്ചേട്ടന് വല്ലൊരു ഐഡിയ ഉണ്ടോ? നമുക്ക് BCom ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ മാസ്റ്റർ ചെയ്യാം. എല്ലാ രീതിയിലുള്ള CA CPA എല്ലാ രീതിയിലുള്ള മാസ്റ്റർ കോഴ്സ്. അതെ, അതായത് മെയിനായിട്ട് നമുക്ക് ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പാത്വേ പ്രോഗ്രാംസുകൾ ഉണ്ട് അല്ലേ? എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ പഠിച്ച BCom ഡിഗ്രി ഇവിടെ ന്യൂസിലാൻഡ് ഗവൺമെൻറ് അംഗീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസി ഒക്കെ പാത്വേയിലേക്ക് പോകാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു CANS ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓസ്ട്രേലിയ ന്യൂസിലാൻഡിൻ്റെ ഒരു പാത്വേ പ്രോഗ്രാമുകളുണ്ട്. അവർ നിർദ്ദേശിക്കുന്ന കോഴ്സുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സക്സസ്ഫുള്ളി ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ കിട്ടും. ഇവിടുത്തെ കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ കൺസിഡർ ചെയ്യും. എനിക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഏജ് ആയി. അപ്പോൾ യൂത്ത് ആയിട്ടുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. അവർക്ക് വേഗം അവരുടെ പടവുകൾ ചവിട്ടി കയറാൻ പറ്റും ഇവിടെ ന്യൂസിലൻഡിൽ. അതെ, ഇപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ഈ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ ഒരു അക്കൗണ്ടിങ് റിലേറ്റഡ് കുറച്ച് ജോലികൾ ഗ്രീൻ ലിസ്റ്റിലുണ്ട്. ഗ്രീൻ ലിസ്റ്റ് എന്ന് പറയുന്നത് ന്യൂസിലാൻഡിൽ ഹൈ ഡിമാൻഡുള്ള പ്രൊഫഷൻസ് ആണ് ഗ്രീൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ജോലി ഗ്രീൻ ലിസ്റ്റിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ PR-ന് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എന്താണ് ഗ്രീൻ ലിസ്റ്റ് എന്ന്, ഗ്രീൻ ലിസ്റ്റിൽ എങ്ങനെ നിങ്ങളുടെ ജോലി ഉണ്ടോ എന്ന് നോക്കാമെന്നുള്ളൊരു വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട്, നിങ്ങളൊന്ന് റെഫർ ചെയ്ത് നോക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടൻറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാർക്ക് ന്യൂസിലാൻഡിൽ ഡിമാൻഡ് ഉണ്ട്. പക്ഷേ വൺസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കമ്പനിയിൽ നമുക്കൊരു സ്റ്റെപ്പ് കിട്ടിയാൽ മതി. പിന്നെ നമുക്ക് ജോലി കിട്ടിക്കൊണ്ടിരിക്കും. കാരണം ഇവിടെ GST അങ്ങനെയുള്ള ടാക്സ് ആണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടെ തന്നെ ഉപയോഗിക്കുന്ന ഒത്തിരി അക്കൗണ്ടിങ് പാക്കേജുകൾ, സെറോ അങ്ങനെയുള്ള ഇതൊക്കെ. അപ്പോൾ അതിലും കൂടി നമ്മളിത്തിരി പ്രാക്ടീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. പിന്നെ ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ഇവിടെ കുറേ മലയാളികളായിട്ടുള്ള ആൾക്കാർ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ആയിട്ടും മോർഗേജ് ബ്രോക്കേഴ്സ് ആയിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ എനിക്ക് തോന്നുന്നുള്ള ഈ ഇങ്ങനത്തെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് തിരിയാനൊക്കെ നല്ല എളുപ്പമാണ്. പിന്നെ ഞാൻ ബെന്നിച്ചേട്ടനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം മനസ്സിലായത്. അത് വളരെ എനിക്ക് തോന്നി അത് ഷെയർ ചെയ്താൽ നല്ലതായിരിക്കും. അത് നിങ്ങൾ ഇപ്പോൾ ന്യൂസിലാൻഡ് ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ആളാണ്, നിങ്ങൾ ജോലി നോക്കുന്ന ഒരാളാണെങ്കിൽ, ഇപ്പോൾ റീസെൻ്റായിട്ട് ബെന്നിച്ചേട്ടൻ ഇവിടുത്തെ കേരള അസോസിയേഷൻ്റെ അതുപോലെ തന്നെ ഇവിടുത്തെ ചർച്ച്, അതായത് സീറോ മലബാർ കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ ഒക്കെ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യാനുള്ള ഹെൽപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒരു രീതിയിൽ ചേട്ടൻ്റെ CV-യിൽ വെക്കാവുന്ന കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി എനിക്ക് തോന്നുന്നു നമ്മൾ അത്യാവശ്യം ഏരിയയൊക്കെ കവർ ചെയ്തു. ചേട്ടൻ എന്തെങ്കിലും ഒരു ജനറൽ ഒരു അഡ്വൈസ് നാട്ടിൽ നിന്ന് ന്യൂസിലാൻഡിലേക്ക് വരാൻ ശ്രമിക്കുന്നവർക്കൊക്കെ ആയിട്ട് കൊടുക്കാനുണ്ടോ? ഇത്രേ ഉള്ളൂ. പ്രോപ്പറായിട്ട് ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരിക എന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് വളരെ ഈസിയാണ് ഒരാളെ
നമുക്ക് കണക്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു ഏജൻസിയുടെ ആ പുകമറയിൽ നമ്മൾ വീണ് പോകരുത്. അവരെ ലിസൺ ചെയ്യാം. അത് ലിസൺ ചെയ്തിട്ട് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണോ എന്ന് 3-4 പേരെ വിളിച്ച് നമ്മൾ പേഴ്സണലായിട്ട് എൻക്വയറി ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അതിനുള്ള പൈസ കൊടുക്കുക. അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ആയിട്ട് തന്നെ ഡയറക്റ്റ് നമുക്ക് കോൺടാക്ട് ചെയ്ത്, ഇവിടുത്തെ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഓൺലൈനിൽ നമുക്ക് എല്ലാം കിട്ടും, ഈവൻ ഫീസും അടയ്ക്കാം. അപ്പോൾ അതൊക്കെ ഒരു ഗവൺമെൻറ് ലെവലിലുള്ളൊരു അപ്രോച്ചായിരിക്കും. ഇവിടെ ഒരു ഏജൻസിയുടെ സപ്പോർട്ട് അധികം വേണമെന്നില്ല, പക്ഷേ ഉണ്ടായാൽ നമുക്ക് പേപ്പർ വർക്കിനൊക്കെ ഇത്രയും കൂടി ഈസി ആയിരിക്കും. പക്ഷേ പഠിക്കാൻ വരിക എന്ന് പറയുന്നത് ഫെയർ. പക്ഷെ ഒരു ജോലിക്കായിട്ട് വരിക, അതിനു വേണ്ടി വലിയൊരു ഫണ്ട് ഈ ഏജൻസിക്ക് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ച് വേണം. ഒരിക്കലും അങ്ങനത്തെ ചതിക്കുഴികളിൽ ആരും ചെന്ന് പെടരുത്. കാരണം ഈ ഫണ്ടൊക്കെ ഒപ്പിക്കുന്നത് എന്ന് പറയുന്നത് ഇപ്പോൾ ഒത്തിരി സ്വപ്നം കണ്ടിട്ട് ഒത്തിരി പൈസ നമ്മൾ പലരിൽ നിന്നും കടമെടുത്തും പല ഡെപ്റ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഓരോ സ്വപ്നങ്ങളായിട്ട് കയറി വരുന്നത്. അല്ലെങ്കിൽ നല്ല ജോലി തന്നെ, ഈവൻ നമ്മൾ ബാംഗ്ലൂർ അങ്ങനെയുള്ള നമ്മുടെ മെട്രോപൊളിറ്റൻ സിറ്റികളിലൊക്കെ ഫിനാൻസ് ജോലി എന്നൊക്കെ പറയുന്നത് നല്ല ഏണിങ്സ് ഉള്ള അതൊക്കെ കളഞ്ഞിട്ടായിരിക്കാം ഇവിടെ വലിയ സ്വപ്നം കണ്ടിട്ട് കയറി വരുന്നത്. അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ച് നല്ല അവബോധത്തോടു കൂടി മാത്രമേ കയറി വരാൻ പാടുള്ളൂ. കയറി വന്നതിന് ശേഷം ഇതൊന്നും സ്റ്റഡി ചെയ്യാതെ, കാരണം ഇപ്പോൾ സ്റ്റഡി ചെയ്യാൻ ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ട് നമ്മുടെ മുൻപിൽ. എല്ലാ രീതിയിലുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. എവിടെ വേണമെങ്കിലും ആരെ വേണമെങ്കിലും നിമിഷ നേരങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയ വഴിയോ ഏത് രീതിയിലും നമുക്ക് കോണ്ടാക്ട് ചെയ്യാവുന്ന ഒരു സംഭവം. അപ്പോൾ അത് മറക്കരുത്. എപ്പോഴും ആ ഒരു ബോധ്യം എല്ലാ കാൻഡിഡേറ്റ്സിലും വേണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ. താങ്ക് യു ബെന്നി ചേട്ടാ. വളരെ ഉപകാരപ്രദമായ ഒരു ഇൻഫർമേഷനാണ് ബെന്നി ചേട്ടൻ നമുക്ക് വേണ്ടി ഷെയർ ചെയ്തത്. അത് പ്രത്യേകിച്ച് ബെന്നി ചേട്ടൻ്റെ ഒരു ഓൺ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒത്തിരി ആളുകൾ അങ്ങനെ വില്ലിംഗ് ആയിട്ട് മുന്നോട്ട് വരണം എന്നില്ല. പ്രത്യേകിച്ച് ഇത് നമ്മുടെ ഒത്തിരി ആളുകൾക്ക്, മലയാളികളായിട്ടുള്ള ഒത്തിരി സുഹൃത്തുക്കൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും. എനിക്ക് ഒത്തിരി റിക്വസ്റ്റ് ലഭിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അത് ബെന്നി ചേട്ടൻ ഷെയർ ചെയ്തതിന് വലിയൊരു താങ്ക്സ്. താങ്ക് യു.